സാൻഫോർഡ് കാണാക്കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. മത്സ്യകന്യകയെ നേരിട്ട് കാണുന്നു എങ്കിൽ പാരീസിലെ അക്വേറിയത്തിൽ ചെന്നാൽ മതി. അക്വേറിയത്തിനുള്ളിൽ മത്സ്യങ്ങൾക്കൊപ്പം നീന്തിത്തുടിക്കുന്ന മത്സ്യകന്യക നിങ്ങൾക്ക് നേരെ കൈവീശും പുഞ്ചിരിച്ച് കാണിക്കും. ക്ലെയർ സൗദറ്റ് എന്ന 25 വയസ്സുകാരിയാണ് മത്സ്യകന്യകയായി കാഴ്ചക്കാർക്ക് മുന്നിൽ എത്തുന്നതെന്നതും ശ്രദ്ധേയമാണ്. എന്നോ കണ്ട കിനാവ് യാഥാർത്ഥ്യമാവുകയാണെന്ന് തോന്നിപ്പോകും ഫ്രാൻസിലെ അക്വേറിയത്തിലെത്തുന്നവർക്ക്. കഥകളിലും ചിത്രങ്ങളിലും മാത്രം നാം കണ്ടിട്ടുള്ള മത്സ്യകന്യക തന്നെയാണ് ഇവിടെ എത്തുന്ന കാണികളെ സ്വീകരിക്കുന്നത്. അരണ്ട വെള്ളി വെളിച്ചത്തിൽ നീന്തി തുടിക്കുന്ന ഈ മത്സ്യകന്യക നിങ്ങളെ കൈവീശി കാണിക്കുകയും നിങ്ങളെ ചിരിച്ചു കാണിക്കുകയും ഒക്കെ ചെയ്യും. കാഴ്ചക്കാർക്ക് വിസ്മയമൊരുക്കുന്നത് ക്ലെയർ ബൗഡറ്റ് എന്ന ഡൈവിംഗ് താരമാണ്. വെള്ളത്തിനടിയിൽ ദീർഘനേരം ശ്വാസം പിടിച്ചു നിർത്താൻ കഴിയും ഈ 25-കാരിക്ക്. ഡൈവിങ്ങിനിടയിൽ കണ്ണുകൾ തുറന്നു പിടിച്ച് കാഴ്ചക്കാർക്ക് നേരെ നോക്കി കൈവീശുകയും പുഞ്ചിരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ക്ലെയർ എത്രത്തോളം പരിചിതയാണെന്നുള്ള കാര്യം. Déjà, j'adore l'élément aquatique. J'ai vécu toute ma jeunesse au bord de la mer, j'adore la plongée. Donc pour ce spectacle, je me suis mise également à l'apnée. Et enfin, j'adore tout ce qui a trait au fantastique et au merveilleux, donc toutes les créatures un peu qui sortent de l'imaginaire. പഠനത്തിലും മിടുക്കിയാണ് ക്ലെയർ. പകുതി സമയം മത്സ്യകന്യകയായി വെള്ളത്തിൽ ജീവിക്കുമ്പോൾ പകുതി സമയം മിടുക്കിയായ വിദ്യാർത്ഥിനിയാകും. പാരീസിലെ സോർബോൺ യൂണിവേഴ്സിറ്റിയിലെ PhD വിദ്യാർത്ഥിനിയാണ് ക്ലെയർ. കാഴ്ചയ്ക്ക് പുതു അനുഭവം പകരുമ്പോഴും കടൽ ജീവി സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഒരു വലിയ സന്ദേശം കൂടി പാരീസിലെ ഈ അക്വേറിയം നൽകുന്നുണ്ട്. ക്ലെയറിന്റെ ജോലിയും ഷിഫ്റ്റ് പ്രകാരമാണ്. ഏതായാലും ക്ലെയർ ജോലിയിലെത്തുന്ന ദിവസം ഇവിടെ സന്ദർശകരുടെ പ്രവാഹമാണ്.